നോർമലി യൂറോപ്പിലേക്ക് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെക്ക് റിപ്പബ്ലിക്കോ അല്ലെങ്കിൽ പോളണ്ട് അല്ലെങ്കിൽ ബെൽജിയം പിന്നെ റീസെൻ്റ്ലി ഓസ്ട്രിയ എന്നിങ്ങനെ പല രാജ്യങ്ങളിൽ അൺസ്കിൽഡ് വിസ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കോണ്ടാക്ട്സ് കൂടുതലും വരാറ്. ഇതിൽ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലപ്പോഴും അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഈ ജോലിക്ക് ഇവർ തന്ന ഒരു വർക്ക് വിസ വെച്ചിട്ട് നിങ്ങൾ വേറൊരു ജോലി കണ്ടുപിടിക്കേണ്ട ആവശ്യം ആയിരിക്കാം പൊതുവെ വരാറ്. ചിലപ്പോൾ ഇവർക്ക് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിച്ച് തരാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും, ഒരു ടെമ്പററി ജോലി നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റുമായിരിക്കും. നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് പേപ്പർ കമ്പനീസ് ഉണ്ടാവാറില്ലേ, രജിസ്ട്രേഷൻ പേരിന് മാത്രം രജിസ്ട്രേഷനുള്ള അതുപോലെയൊക്കെ തന്നെയുള്ള കമ്പനീസ് ആയിരിക്കാം ഇതെല്ലാം. ഈ കമ്പനീസിൻ്റെ പേരിൽ ഇവർക്ക് കുറച്ച് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടാനും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എടുക്കാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ ഇവർ ശരിക്കും ചെയ്യുന്നത് ആക്ച്വലി വർക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഒരാളെ അവിടെ എത്തിക്കുമ്പോൾ ഇവർക്കൊരു കമ്മീഷൻ ഇവർക്ക് അതിൻ്റെ പേരിൽ മേടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ഇങ്ങനെയുള്ള കമ്പനീസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ പേരിൽ അവിടെ വിസ എടുത്ത് ചെന്നാലും ചിലപ്പോൾ അവർ നിങ്ങളെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ആക്കുമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു സ്പോൺസറിനെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വേറൊരു കമ്പനി കണ്ടുപിടിച്ച് ഇവരുടെ വിസയിൽ നിന്നിട്ട് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവർ വെക്കുക. അപ്പോൾ ഇത് ജെനുവിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് വിസ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു സൈഡ് ഞാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നാട്ടിലൊരു ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ഒക്കെ കഴിഞ്ഞ് നല്ലൊരു പ്രൊഫഷനിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പൊതുവെ അൺസ്കിൽഡ് കാറ്റഗറി എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു സാധാരണ ഒരു കാർപ്പൻറ്റർ, വെൽഡർ, ഫിറ്റർ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കാണിച്ചിട്ടായിരിക്കും നിങ്ങളെ ഈ പറഞ്ഞ രാജ്യത്തേക്ക് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഗ്രാജുവലി അവിടെ നിന്ന് ഗ്രോ ചെയ്ത് വേറൊരു പൊസിഷനിലോട്ട് പോവാനോ അല്ലെങ്കിൽ നല്ലൊരു ഏർണിങ്സ് ഉള്ള ഒരു ജോബ് നിങ്ങൾക്ക് എടുക്കാനോ ഫ്യൂച്ചറിൽ പറ്റില്ല. നിങ്ങൾ അവിടെ ചെന്ന് ആ ഒരു കമ്പനിയുടെ കീഴിൽ തന്നെ എത്രയും നാൾ നിൽക്കേണ്ട, നിങ്ങൾ അവിടെ എത്ര നാൾ നിൽക്കാൻ ഉദ്ദേശിക്കുന്നോ അത്രയും നാൾ നിങ്ങൾക്കൊരു സെയിം ജോലി സെയിം പ്രൊഫഷനിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ ഈ ഒരു സ്പോൺസർഷിപ്പിൽ പോകുമ്പോൾ ഉണ്ടാവും. ഈ രാജ്യങ്ങളിലെ ഉള്ള പേ സ്കെയിൽ ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെയുള്ള അതേ പേ സ്കെയിലൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഒരു 1 lakh to 1.5 lakhിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും മാക്സിമം നിങ്ങൾക്ക് ഒരു മാസം ഏൺ ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു റെമ്യൂണറേഷൻ. ഇതിൽ തന്നെ നിങ്ങളുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനും മറ്റ് എക്സ്പെൻസസ് എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് കട്ടായതിനു ശേഷം മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഏകദേശം ഒരു 70,000 to 90,000 ഉള്ളിലൊക്കെയാണ് നിങ്ങൾക്ക് മാക്സിമം സാലറി നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുക. അതല്ലാതെ നിങ്ങൾ മറ്റുള്ള ഫ്രാൻസ്, ജർമ്മനി അല്ലെങ്കിൽ UK എന്നൊക്കെ പറയുന്ന പോലെ ഒരു യൂറോപ്യൻ കൺട്രിയിലുള്ള ഒരു പേ സ്കെയിൽ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നാടൊക്കെ പോലെ തന്നെ ഏകദേശം ഒരു വലിയൊരു പോവർട്ടി ഇന്ന് ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വരുന്ന രാജ്യങ്ങളാണ് ഇതിൽ. സാറിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളാണ് ഇതിൽ പലതും. ഈ ബെലറൂസ്, ചെക്ക് റിപ്പബ്ലിക്, അതുപോലെ തന്നെ പോളണ്ട്, ഈ രാജ്യങ്ങളൊക്കെ USSRന്റെ ഭാഗങ്ങൾ ആയിരുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റിന് ശേഷം അവരൊക്കെ പതുക്കെ റിക്കവറായി വരുന്ന രാജ്യങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു പോർഷനാണ് യൂറോപ്പിൽ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ഏറ്റവും ആക്റ്റീവായിട്ടുള്ള ലേബർ ഉള്ളത്. ഈ രാജ്യങ്ങളെ ഇവർ യൂറോപ്യൻ യൂണിയനിലേക്ക് എടുത്തത് തന്നെ അവർക്ക് ചീപ്പ് ലേബറിന് ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനിൽ തന്നെ മെമ്പർഷിപ്പ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ യൂറോപ്യൻ ഒരു ലൈഫ് സ്റ്റൈൽ അവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരു യൂറോപ്യൻ ഫീൽഡ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒരിക്കലും നിങ്ങൾ യൂറോപ്യൻ സാലറി എക്സ്പെക്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ യൂറോപ്പിലെ മറ്റ് കൺട്രികളിലെ പോലെ തന്നെ നിങ്ങൾക്ക് അവിടെ PR കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്ത് മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. നിങ്ങൾക്ക് സ്പൗസോ ഫാമിലിയോ ഒക്കെ കൊണ്ടുപോയി സെറ്റിൽ ആവാനുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ്. കാരണം ഇനീഷ്യൽ ഡേയ്സിൽ എന്തായാലും നിങ്ങൾക്ക് സ്പൗസിനെ ഫാമിലിനെ അവിടെ കൊണ്ടുപോയി അവിടെ സെറ്റിലാക്കാൻ നിങ്ങൾക്ക് പോസിബിലിറ്റി വളരെ കുറവാണ്.
മറ്റൊരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത് ലാംഗ്വേജ് വൈസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം USSRൽ നിന്ന് സ്പ്ലിറ്റായി പോയ രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് ആ രാജ്യക്കാർക്ക് തന്നെ വളരെ കുറവാണ്. പൊതുവെ റഷ്യനോ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജസോ ആണ് ഇവരുടെ മെയിൻ സ്കില്ല്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങൾക്കൊരു ബെറ്റർ ജോബിലോട്ടോ ഇതിലൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് വേറൊരു ജോലിയോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഹയർ പൊസിഷനിൽ നിങ്ങൾക്ക് ഒരു ഓഫറൊക്കെ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് ഒരു പരിധിവരെ പിടിച്ച് നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷനിലും അവരുടെ ലോക്കൽ ആൾക്കാരെ ആയിരിക്കും കൂടുതൽ ആ പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ അവർ ശ്രമിക്കുകയുള്ളൂ. വേറൊരു റീസൺ, നിങ്ങൾ മിക്കവാറും ഈ അൺസ്കിൽഡ് കാറ്റഗറിയിലേക്കാണ് നിങ്ങളുടെ വിസ വരുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ചിലപ്പോൾ 12th സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ 10th പ്ലസ് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ തരം ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാലക്രമേണ നിങ്ങൾക്കൊരു പ്രൊമോഷൻ വേണം അല്ലെങ്കിൽ കുറേ കൂടെ നല്ലൊരു ബെറ്റർ പൊസിഷനിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്താലും ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഹൈഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രൊമോഷൻ കിട്ടാനോ അല്ലെങ്കിൽ മറ്റൊരു പൊസിഷനിലോട്ട് മാറാനോ ഉള്ള സാധ്യത കുറവാണ്. ഇതൊരിക്കലും ഒരു 100% ഫേക്കാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ പറ്റുമെങ്കിൽ നിങ്ങൾ എപ്പോഴും ഈ രാജ്യങ്ങളിൽ നിങ്ങൾ ഈ ഏജൻസികൾക്ക് കൊടുക്കുന്ന അതേ എക്സ്പെൻസസ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസ എടുക്കാനും വരുന്നുള്ളൂ. നിങ്ങൾ അവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ പോയാൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ഹയർ അവിടെ ഒരു മാസ്റ്റേഴ്സ് എടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി എടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കുറേ കൂടി ബെറ്റർ ജോബ്സിന് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. മറ്റേതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ പോയി ഒരു ജോബ് സെർച്ച് ചെയ്യാനോ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളൊരു സ്പോൺസറിൻ്റെ കീഴിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്പോൺസറിൻ്റെ കീഴിൽ തന്നെ നിന്ന് നിങ്ങൾക്ക് അവരുടെ ഡ്യൂട്ടി ടൈം അനുസരിച്ച് വർക്ക് ചെയ്യുകയും നിങ്ങൾക്ക് ആ റെഗുലർ സാലറി മാത്രം മേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും. സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വർക്ക് വിസയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈം സ്റ്റുഡൻറ്റ് വിസയിൽ പോകുമ്പോൾ കിട്ടും. അവരൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒക്കെ ഉദ്ദേശിച്ച് പോകുമ്പോൾ എപ്പോഴും ഹയർ ഡിഗ്രി അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ബി കെയർഫുൾ. ഇങ്ങനത്തെ ഒരുപാട് ഫോർജറിങ് കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പിന്നെ അത് മറ്റുള്ള വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് വർക്ക് വിസ കിട്ടാനായിട്ടുള്ള ഡ്യൂറേഷൻ ഒരുപാട് കൂടുതലാണ്. കാരണം 3 to 4 months to 5 months ഒക്കെ വരെ എടുക്കുന്നുണ്ട്. പലപ്പോഴും ഏജൻസീസ് 1 to 2 months ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത്രയും നേരത്തെ വർക്ക് വിസ കിട്ടുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. 4 to 5 months അതിന് മേളിലുള്ള ഡ്യൂറേഷനിലേക്കും പോകുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴും പോകുന്നുണ്ടെന്നുള്ളതൊരു സത്യമാണ്. അതിനും എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വിസയാണ് സ്റ്റുഡൻറ്റ് വിസ. അപ്പോൾ ഇതെൻ്റെ ഒരു ഓപ്ഷൻ മാത്രമാണ്. നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, എനിക്കൊരു വർക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ, ഞാൻ പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വർക്ക് വിസ ആയിട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഡിഗ്രി എടുത്ത് പോയിട്ട് നിങ്ങൾ അവിടുത്തെ വർക്ക് ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യണതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറേ കൂടെ നല്ലത്. ഒരുപാട് സ്കാമും കാര്യങ്ങളെല്ലാം ഇതിൽ നടക്കുന്നുണ്ട്. ഇതിലൊരുപാട് പേര് പറ്റിക്കപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിലാണ് എനിക്ക് ഈ എൻക്വയറി വന്നതും. നമ്മൾ ഇതിൻ്റെ ജെനുവിനിറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളുടെ നമുക്ക് ജെനുവിനിറ്റി ശരിക്കും നോക്കാൻ പറ്റില്ല. കാരണം ഈ കമ്പനി രജിസ്റ്റേർഡ് ആയിരിക്കും അവിടെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ടാവും. ഇവർ എങ്ങനെയാണ് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് എന്തെല്ലാം ഫെസിലിറ്റീസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യണുണ്ടോ, അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞ പോലത്തെ വേജസ് കറക്റ്റായിട്ട് തരുന്ന കമ്പനീസാണോ, അങ്ങനെയുള്ള അതേപോലെ എയർപോർട്ട് പിക്കപ്പ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യണുണ്ടോ, മറ്റ് ഫുഡ് അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഇവർ കൊടുക്കുന്നുണ്ടോ, ഫുഡ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇവരുടെ ഒരു ജെനുവിനിറ്റി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ഏജൻസികളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ പൈസ കാര്യങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുക. നിങ്ങൾക്ക് അത്യാവശ്യം ഫണ്ട് നീക്കിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങളിലേക്ക് തന്നെ പോകാൻ പറ്റും. നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് വിസയിൽ പോയി നിങ്ങൾക്ക് അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരിക്കും കുറേ കൂടി നല്ലതെന്ന് എൻ്റെ ഒരു സജഷൻ. സോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ വിളിക്കുക. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇതിലുണ്ട്. സ്റ്റുഡൻറ്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ചോദിക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.